ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ PR വിനുവിന്റെ സായി ആയിട്ടുള്ള ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കേട്ടുവെക്കാം. കഴിഞ്ഞ സീസണിലും ജാസ്മിൻ അന്ന് സായി പറഞ്ഞില്ലേ, ജാസ്മിനൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു എന്നാണ്. ആ ഒരു സംഭവം നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്ത ആൾക്കാർ ആ ജാതിന്റെ ഒരു പോസ്റ്റ് വന്നു. പിന്നെ മറ്റേ മെഡിക്കൽ കോളേജിലെ സീൻ വന്നപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചില്ല, നിങ്ങൾ എന്ത് തരം PR ചെയ്യുന്നത്, ഇതൊക്കെ വെറും തേർഡ് റൈറ്റ് ആയിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോ പിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, സാധനമാണ്. അല്ല, അത് ഞാൻ അതാണ് നിങ്ങളോട് വിളിച്ച് ചോദിച്ചു, ഇത് എന്ത് തരം സ്ട്രാറ്റജി, ഞാൻ ഒരിക്കലും വിനുവിന്റെ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ വിനു പറഞ്ഞത് എന്നോട് ഞാനല്ല ചെയ്ത്. അതായത് അനുമോള ചേച്ചിയാണ് അതിന്റെ അഡ്മിൻ കൂടെ വിനു പറയുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് കേട്ടു നോക്കാം. അത് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവാണ്. കോമന്റ് ഞാൻ വേറെ കാര്യം പറയാം, ഇത് ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്നു പറയാം. എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ കമന്റുകൾ വരുമ്പോൾ എന്നോട് പേഴ്സണലി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോന്റെ ലിങ്ക് തുറന്നിടും, ഇട്ടിട്ട് സായിബ്രോക്ക് കമന്റ് ഇടാൻ പറയും. ഓക്കെ, അങ്ങനെ പറയും, മനസ്സിലായ? അപ്പൊ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ ആ ഗ്രൂപ്പാണ് കേട്ടോ. ഈ അനുമോളെ കുടുംബല്ലേ, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുമോളെ ആ ഗ്രൂപ്പില്ലേ, കുടുംബക്കാരെയൊക്കെ ചേച്ചി അഡ്മിനായ ആ ഗ്രൂപ്പ്, അപ്പൊ അവര് തന്നെയായിരുന്നു ഈ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനും ആര് ഔട്ടാക്കണം ഇതൊക്കെ തീരുമാനിച്ചതൊക്കെ അവരായിരുന്നു. വിനുവിനൊക്കെ മെസ്സേജ് ഇട്ടിരുന്നതൊക്കെ ഇതൊക്കെ വിനു തെളിവായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ പറ്റി ആര്യനെയും ജിസേലിനെയൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കൊരു പ്രശ്നം വന്നെന്ന് പറഞ്ഞിട്ട് അനുമോളെ ചേച്ചി ഒരു ഇത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അനീഷിനെതിരെ. ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ലൈഫ് ഉള്ളതാണ്. അത് നമുക്ക് ഒത്തിരി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേട്ടില്ലേ, ഇതാണ് ഇവരുടെ കാര്യം. അതായത് ഇവരെ മോക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവർക്ക് പ്രശ്നമുണ്ട്. ഇവർ മറ്റുള്ളവരെ ലൈഫ് വെച്ച് എന്തൊക്കെ കളിച്ചു അത് ഇവരെ ഓർക്കുന്നില്ല. എന്നപ്പോൾ ഈ PR മോക്ക് മാത്രമേ ലൈഫും ഇതൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, അവർക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ. ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു. അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല, അനുവിന്റെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് ആര്യനെ ഔട്ടാക്കാൻ അനുവിന്റെ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ, അതും വിനു പറയുന്നുണ്ട്. ഇത് കേട്ടു വെക്കുക. ഓൾറെഡി ഇതിന്റെ പുറകില് കുറച്ച് ആൾക്കാരുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ. ആര്യനെ ഔട്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ലീക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സംഭവം, ആര്യനെ ഔട്ടാക്കണം, വേറൊരാൾ എവിക്റ്റ് ആക്കണം, വേറൊരാളെ നമ്മൾ ഔട്ടാക്കാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് മറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് വന്നപ്പോഴാണ്. കേട്ടല്ലോ, ഇതാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ആര്യനെ ഔട്ടാക്കണമെന്നോ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യണമെന്നോ ഇതൊക്കെ ഇവരാണ് തീരുമാനിച്ചത്. ഇവർക്ക് എങ്ങനെയെങ്കിലും അനുമോക്ക് കപ്പും പൈസയും കിട്ടണം, അതായിരുന്നു ഇവരുടെ ആഗ്രഹം. അതിനുവേണ്ടി മറ്റുള്ളവരെ എത്ര തരം താഴ്ത്തോ അത്രയും ഇവർ ചെയ്തു. ജാതി പറഞ്ഞവരെ വോട്ട് നേടിയെന്നാണ് പറഞ്ഞത്. അതെ, അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും അനുമോളെ ചേച്ചി തന്നെയാണ് അഡ്മിനും മെമ്പറും, എന്താ പറയുക, എല്ലാം. അപ്പോൾ ഇവർ തന്നെയാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ അനുമോളെ ചേച്ചിക്ക് എന്താ വെറുതെ ഇരുന്നിട്ട്, അതപ്പോൾ എന്താ അനുമോളല്ല പറഞ്ഞത് ചേച്ചിക്ക് കൊടുക്കാനാണ് വീടെന്ന്, ഒന്നും അറിയാതെ പൈസ കിട്ടും, വീട് കിട്ടും, അപ്പോൾ മറ്റുള്ളവരെ പറ്റി എന്തും പറയാം. ഇപ്പം ബിന്നീനെ കുത്തിത്തിരിപ്പ് എന്ന് എന്തിനാണ് പറയുന്നത്? ബിന്നി പറഞ്ഞ കറക്റ്റാണ്, അനുമോൾ വരെ സമ്മതിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 16 അല്ല 15 ലക്ഷം എന്നായിരിക്കും പറഞ്ഞതെന്ന്. പിന്നെ അതിലും വലിയ തെളിവ് എന്താ? അപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ PR മോക്ക് എന്ത് വിൻ ചെയ്താലും ഒരു സന്തോഷത്തോടു കൂടി എന്തായാലും അതൊന്നും ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നും ഈ PRനെ പറ്റിയുള്ള പ്രശ്നങ്ങളും മെഡിക്കൽ കോളേജിൽ പോയി വോട്ട് ചോദിച്ചതും കോളേജിൽ പോയി വോട്ട് ചോദിച്ചതും ഒക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയ്ഡ് വിന്നർ ഈസ് ഓൾവേസ് പെയ്ഡ് വിന്നർ എന്ന് പറയാം, പ്രൗഡ് വിന്നർ ഈസ് ഓൾവേസ് പ്രൗഡ് വിന്നർ എന്ന് പറയാം. ആ ഒരു പേര്, ആ PRൽ പൈസ കൊടുത്താണ് കപ്പ് നേടിയെന്നുള്ള ആ പേര് എന്തായാലും ആ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പ്രാക്കും കൂടി ഉണ്ടാവും. ഈ അനുമോളെ PR ഒരുപാട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഡീഗ്രേഡൊക്കെ ചെയ്താണല്ലോ. അപ്പോൾ അതും ഈ അനുമോള് ചെയ്യുന്നതും വീട്ടുകാർ ചെയ്യുന്നതും എല്ലാം കൂടി ലാസ്റ്റ് ഈ അനുമോളെ തലയിലേക്ക് എന്നെ വരുന്നുള്ളത് ഉറപ്പാണ്.